കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രീതി എന്ത് ചെയ്യാണോ എന്തോ, ഒന്ന് കാണാൻ കൊതിയാവുക. അമ്മയാണല്ലോ, അതും വീഡിയോ കോൾ. മോളെ, അമ്മേ, സുഖാണോ മോളെ? സുഖായിരിക്കുന്നമ്മേ. എന്താമ്മേ? എപ്പോഴും നീ അടുത്തുണ്ടായിരുന്നല്ലോ. നീ അങ്ങോട്ട് പോയിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഓരോ കാര്യം വരുമ്പോ ഞാൻ അറിയാതെ വിളിച്ചു പോവും പ്രീതിന്ന്. പിന്നെ ഓർക്ക് നീ ഇവിടെ ഇല്ലല്ലോ എന്ന്. അവിടെ നിനക്ക് സന്തോഷമാണോ മോളെ? സന്തോഷായിരിക്കുന്നമ്മേ. അർജുന എവിടെ? അർജുനേട്ടൻ കോടതിയിൽ പോയിരിക്കുക. പ്രീതി, എന്താടി ജോലിയൊന്നും ചെയ്യാതെ മൊബൈലിൽ കിണുങ്ങിക്കൊണ്ടിരിക്കുക? ഊണം കഴിഞ്ഞ് കാലും നീട്ടിയിരിക്കാൻ ഇത് സത്യഭാമയുടെ കൊട്ടാരമല്ല. അകത്തും പുറത്തും ജോലിക്കാരെ വെക്കാനേ വസുമതിക്ക് പലിശപ്പിരിവുമില്ല. ഫോണിൽ കളിക്കാതെ ഇങ്ങോട്ട് വരാൻ. ഇവിടെ മഹാറാണിയെ പോലെ കഴിഞ്ഞിരുന്ന എന്റെ കുഞ്ഞിനെ കൊണ്ട് അവള് അവിടെ അടിമ വേല ചെയ്യിപ്പിക്കുക. വസുമതി പ്രീതിക്ക് അർജുനേട്ടനൊപ്പം പോകണമെന്നുണ്ട്. പ്രീതിക്ക് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സത്യാമ്മേ, അത് ഞാൻ ഉറപ്പു തരാം. എല്ലാത്തിനും പിന്നിൽ അവൾ ഒറ്റയൊരുത്തിയാ, ശാലിനി. അവള് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ മക്കളിലൂടെ അവള് നടപ്പിലാക്കുക.
അവള് പറയുന്നത് കേട്ട് വിഷ്ണുവും പറയും തത്തമ്മേ പൂച്ച പൂച്ചാന്ന്. ഇതിന് മാത്രം ഞാൻ അവൾക്ക് എന്ത് ദ്രോഹ ചെയ്ത്? എന്റെ മകളെ അടിമ ജോലിക്കാരിയാക്കിയതിന്റെ കൂലി ഞാൻ കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. സത്യഭാമ ആരാണെന്ന് അവൾ അറിയാൻ പോന്നേ ഉള്ളൂ. എന്റെ അമ്മേ. അമ്മോ. ഹലോ. ഹലോ ശാലിനി, അമ്മ വിളിച്ചിരുന്നു. അതെയോ? അമ്മയുണ്ടോ അടുത്ത്? ഇല്ല, ഞാനിപ്പോ എന്റെ വീട്ടിലാ. അതെപ്പോ പോയി? കുറച്ചു നേരം അയാള് വന്നിട്ട്. എന്താ വിശേഷം? ആ, ചെറിയൊരു വിശേഷം ഉണ്ട്. വിഷ്ണുട്ടനുണ്ട് അപ്പം. ദാമ്പത്യം തുടങ്ങാൻ ഇന്നൊരു വിശേഷ മുഹൂർത്തം ഉണ്ടെന്ന് അമ്മയുടെ ഒരു ജോത്സ്യം പറഞ്ഞു. ആഹാ, ഇത് ചെറിയ വിശേഷമൊന്നും അല്ലല്ലോ. ഉടനെ തന്നെ അടുത്ത ഗുഡ് ന്യൂസ് കേൾക്കാൻ ഇടയാവട്ടെ എന്നാ ഈ ഉള്ളവളുടെ പ്രാർത്ഥന. ഒന്ന് പോ അവിടുന്ന്. വിഷ്ണുട്ടന്റെ അനിയത്തി. ആ, പ്രീതിയാ. വിഷ്ണുവിനുണ്ടോ അടുത്ത്? ആ ഉണ്ട്, ഞാൻ കൊടുക്കട്ടെ? കൊടുക്ക് കൊടുക്ക്. ശരി. ഹലോ വിഷ്ണുട്ടാ, സന്തോഷത്തിന് വകയുള്ള കാര്യമാണല്ലോ. ചെലവുണ്ടേ. അതൊക്കെ ചെയ്യാടി. എന്നാലും അമ്മയുടെ അടുത്ത് നിന്ന് എങ്ങനെ സാധിച്ചെടുത്തു? ആ, അതൊക്കെ ഒരു വിധത്തിൽ അങ്ങോട്ട് സാധിച്ചു. എടീ, നിനക്കവിടെ സുഖം തന്നെയല്ലേ? എന്തിനാ വിഷ്ണുവിനെ കൂടി വിഷമിപ്പിക്കുന്നത്? എന്താ നീയൊന്നും മിണ്ടാത്ത? എനിക്കിവിടെ സുഖം തന്നെയാ വിഷ്ണുട്ടാ. സത്യം തന്നെയല്ലേ? സത്യം വിഷ്ണുട്ടാ. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ബസുമതി ആന്റിക്കൊക്കെ ഇപ്പൊ എന്നോട് വലിയ കാര്യാ. പ്രഗ്നന്റ് ആയതുകൊണ്ട് നല്ല കരുതലോടെ എന്നെ നോക്കുന്നേ. ശരി ശരി. ഉടനെ തന്നെ അടുത്ത ഗുഡ് ന്യൂസ് കേൾപ്പിക്കണമെന്ന് ശാലിനി വിഷയായിരുന്നു ഞാൻ. അതൊക്കെ നീ എങ്ങനെ നടക്കാനാ? എന്നെ തീറ്റിച്ചു കൊന്നുകളഞ്ഞ്. ആഹാ, വിഷ്ണുട്ടാ ചുമ്മാ കള്ളം പറയല്ലേ. ഭക്ഷണം കഴിച്ചിട്ടേ ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല. അത് ശരി, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാതെ പോട്ടെ, ചിലപ്പോ ഇത് ഇന്ന് സംഭവിച്ചാലോ? ഇനി തന്നെ ഞാൻ കൊടുക്കാം. ഹലോ, എന്താ സംഭവം? അതെ, വിഷ്ണുവേട്ടൻ അമ്മായിയമ്മ ചോറുണ്ടതാ. ഒരമ്മായിയമ്മയുടെ സ്നേഹം. അമ്മായിയമ്മയുടെ സ്നേഹമല്ലേ? അത് വേണ്ടെന്ന് പറയല്ലേ വിഷ്ണുട്ടാ. എടീ, ഇന്നലെ ഈ സ്നേഹത്തിന് കൂടി പോയിടി പ്രീതി. എന്താ കുഴപ്പം? വലിച്ചു വാരി കഴിച്ചിട്ട് ഞാൻ ക്ഷീമപ്പുറക്കിനെ പോലെ ആയല്ലോ. ഇപ്പൊ പിന്നെ എങ്ങനെയാന്നാ വിചാരം? ഇയാളല്ലേ മുമ്പ് പറഞ്ഞ 6 പാക്ക് ഒന്നുമല്ല ഇതോ സ്റ്റൈലെന്ന്? അതെ, അപ്പൊ ഇത് ഇപ്പൊ. അതെ എടി, ഇവിടെ കുറെ പേരെ മെലിഞ്ഞു കൊഞ്ചു പോലെ ഇരിക്കുന്നതിന്റെ അസൂയ. ഞാൻ കൊഞ്ചു പോലെ ഇരിക്കുന്ന? പിന്നെ ഞാൻ പോർക്കൂരാണ് ഇരിക്കണേ. അതെ, രണ്ടും കൂടി അവിടെ വീണ്ടും അടി തുടങ്ങിയോ? പ്രീതി ലൈനിലുള്ള കാര്യം മറന്നുപോയി. പ്രീതി, നിങ്ങൾ അടിവെച്ച് വിഷ്ണുവേട്ടന്റെ പട്ടിണിക്കിടല്ലേ ശാലിനി? ഹേ, ഇതൊക്കെ ചുമ്മാ. എന്നാ ഞാൻ വെച്ചോട്ടെ. വിഷ് യു മോസ്റ്റ് ഹാപ്പി മൊമെന്റ്സ്. അയ്യോ, അത് പറ്റും തോന്നല്ലടി, വയറ് ഫുള്ളാ. താങ്ക്സ് പ്രീതി.
സംഭവിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചോ അത് തന്നെ സംഭവിക്കാൻ പോന്നു. തടയാൻ എന്താ ഒരു വഴി? ശാരദാമ്മയുടെ വീട്ടിലേക്ക് അങ്ങ് ഇടിച്ചു കയറി ചെന്നാലോ? അത് ശരിയാവില്ല. ഭാമാന്റെ കൂടി സമ്മതിച്ച സ്ഥിതിക്ക് എന്ത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും? ഇനിയിപ്പോ അതിനൊന്നും സമയമില്ല. ഈ നല്ല ബുദ്ധിയൊക്കെ നേരത്തെ തോന്നേണ്ടതായിരുന്നു. വിഷ്ണു, വിഷ്ണു, എന്തിനാണോ വിളിച്ചു പോകുന്നത്? ഇവരെയാ ആദ്യം കഴുത്ത് ഞെരിച്ച് കൊന്നുകളയേണ്ടത്. വിഷ്ണു, വിഷ്ണു എവിടെ മോളെ? എന്തിനാ ഇപ്പൊ വിഷ്ണുവേട്ടനെ കണ്ടിട്ട്? ആ ഫർണിച്ചർ ഷോപ്പുകാരൻ ലാസറിന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. കുറെ നാളായി അവന്റെ അടവ് മുടങ്ങിയിട്ട്. അവനെവിടെ? ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. ഇവിടെ നോക്കി എങ്ങനെ കാണും? പറഞ്ഞയച്ചെടുത്ത് കാണും. പറഞ്ഞയച്ചെടുത്തോ? ആന്റിയല്ലേ വിഷ്ണുവേട്ടനെ ശാലിനിയും കൂടെ പറഞ്ഞയച്ചത്. ഞാൻ പറഞ്ഞയച്ചെന്നോ? എങ്ങോട്ട്? എന്റെ അടുത്ത് ഒളിച്ചു കളിക്കണ്ട ആന്റി. ആദ്യ രാത്രി ആഘോഷിക്കാൻ വിഷ്ണുവേട്ടനെ ശാലിനിയും ശാരദാമ്മയുടെ വീട്ടിലോട്ട് പറഞ്ഞയച്ചത് ആന്റി തന്നെയല്ലേ? ഞാനോ? അതും ആദ്യ രാത്രിക്ക്? ആന്റി സമ്മതം കൊടുത്തു എന്നാണല്ലോ വിഷ്ണുവേട്ടൻ പറഞ്ഞത്. ശാരദാമ്മ അങ്ങനെ തന്നെ പറഞ്ഞേ. ഞാൻ സമ്മതം കൊടുത്തിട്ടില്ല മോളെ. എനിക്ക് നടന്നത് ചതി ആന്റി. ആന്റിയെ ശാലിനിയും വിഷ്ണുവേട്ടനും കൂടെ വിട്ടിയാക്കി. ശാരദാമ്മയും അവർക്ക് കൊട പിടിച്ചു കൊടുത്തു. എങ്കിൽ നീ കണ്ടോ മോളെ, സത്യഭാമയെ മണ്ടിയാക്കിക്കൊണ്ട് ഒരു മണിയറേ ഒരുങ്ങില്ല ശാരദാമ്മയുടെ വീട്ടില്. ആ വീടടക്കി എരിച്ചു കളയും സത്യഭാമ. ഇപ്പൊ എന്റെ മോള് നല്ല സുന്ദരിയായി. ഓ, അമ്മ ഒരുക്കിട്ടല്ലേ കുഞ്ഞേച്ചീനി സുന്ദരിയാവാൻ പോകുന്നത്? കൂടി ഇവിടുന്ന്. ഇതൊക്കെ ഒരു അമ്മയുടെ കടമയും അവകാശവും ഒക്കെയാ. വാ മോനെ. വാ മോളെ. എന്റെ മുഖത്തേക്കൊന്ന് നോക്കടൂ.
എന്തുപറ്റി? ഇയാളുടെ ശൗര്യമൊക്കെ എവിടെ പോയി? അതെ, ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. നമ്മള് കാത്തിരുന്ന ദിവസം. ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? അല്ല, ഇയാളിത് എപ്പോഴ പോയേ?
മോളകത്തേക്ക് ചെല്ല. ചെല്ലടി. വാ മോളെ. എന്റെ ദൈവമേ, ആരാണിത്? പുലിക്കുട്ടി ഇപ്പൊ പൂച്ചക്കുട്ടിയായ. ഇങ്ങട് വാ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പാല്. ഇയാൾക്കിതെന്തു പറ്റി? ഓ, എത്ര വലിയ ഗർജിക്കുന്ന സിംഹമാണെങ്കിലും ആദ്യ രാത്രി എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണാവോ? അത് വിടാം, നമുക്കേ ചടങ്ങിലേക്ക് കിടക്കാം. അതെ, മുഴുവനും കുടിക്കണ്ട. അയ്യോ ഇല്ല, മുഴുവൻ കുടിച്ചിട്ടില്ല. എനിക്കറിയാം, ബാക്കി കുടിക്കണം. അയ്യോ, അല്ല ഈ ജനലേ അതിങ്ങനെ തുറന്നിട്ടിട്ട്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാ രാത്രി. ഇനി നമ്മളെ പിരിക്കാൻ ലോകത്തൊരു ശക്തിക്കാവില്ല. ഈ ഒരു ദിവസത്തിനാണ് ഞാൻ കാത്തിരുന്നത്. വിഷ്ണു, സത്യാമ്മയോ? എവിടെ വിഷ്ണു ശാലിനി? എന്തു പറ്റി സത്യാമ്മേ? എവിടെയാണെന്ന് പറ. ഇവിടെ ഇവിടെ ഈ റൂമിലാ. വിഷ്ണു, വാതില് തുറക്ക. വിഷ്ണു, വാതില് തുറക്കാൻ. സത്യാമ്മയുടെ സൗണ്ട് അല്ലേ അത്? അല്ല, അമ്മ എന്താ ഈ സമയത്ത്? തുറക്ക വിഷ്ണു, വാതില് തുറക്കാനാ പറഞ്ഞത്. വിഷ്ണു, എടി വാതില് തുറക്ക.
എന്താ അമ്മ? എന്താടാ ഇവിടെ? അമ്മ അത് എടേ എന്താന്നാ ചോദിച്ചത്? എന്താ സത്യാമ്മേ? നിനക്കറിയില്ല എന്താന്ന് അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോളെ എന്തിനാ സത്യാമ്മ അടിച്ചത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവളല്ലേ? പറഞ്ഞു കൊടുക്കടി ഇവള് ചെയ്ത തെറ്റെന്താന്ന്. ആന്റി അറിയാതെ ഒരു മണിയറ ഒരുക്കി. എന്നിട്ട് ആന്റി ഉറങ്ങുന്ന സമയം നോക്കി അമ്മയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യവും പറഞ്ഞ് വിഷ്ണു ഏട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇതാ സംഭവിച്ചത്. സത്യാമ്മ അറിഞ്ഞിട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടാളുവാ ഈ അണിയറ നാടകത്തിന് വേദി ഒരുക്കിയത്. സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഇവർക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവൂ എന്നൊരു വാക്കുണ്ടായിരുന്നു. വാക്ക് തന്നവള് തന്നെ അത് തെറ്റിച്ചു. അതും ഒളിവിലും മറവിലും. ആദ്യ രാത്രിക്ക് വേണ്ടി ഇത്രയ്ക്ക് മുട്ടി നിൽക്കുകയായിരുന്നോ ശാരദാമ്മേ നിങ്ങളുടെ മകള്? അമ്മ അങ്ങനൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണോടാ? ഞാൻ പറഞ്ഞതിനൊരു വിശദീകരണം താ നീ എനിക്ക്. അമ്മ നമുക്ക് വീട്ടിലെത്തിയിട്ട് സമാധാനമായിട്ട് സംസാരിക്കാം. ഇവിടെ വെച്ച് എന്തിനാ വീട്ടിലെത്തി സംസാരിക്കുന്നത്? സംസാരം ഇവിടെ വെച്ചാകാലോ. അമ്മയ്ക്കും മകൾക്കും എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ അതും ആവാം. വാടാ ഇങ്ങോട്ട്. എടി ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. വാടാ. അമ്മ ഇങ്ങോട്ട് വാടാ. കേറടാ വണ്ടിയില്. അമ്മ കരുതുന്ന പോലെയല്ലേ കാര്യങ്ങൾ. ഞാൻ പറയുന്നൊന്ന് കേട്ട് കേറടാ അങ്ങോട്ട്. അമ്മ ഞാൻ ഒന്ന്